പ്രിയപ്പെട്ടവരെ, ഇന്നും നാടകീയ രംഗങ്ങൾക്കാണ് കേരള സർവകലാശാല സാക്ഷിയായത്. സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ VC സിസ തോമസിന്റെ എതിർപ്പിനിടെ ചുമതല ഏറ്റെടുത്ത രജിസ്ട്രാർ KS അനിൽകുമാർ ഇന്നും ഡ്യൂട്ടിക്കെത്തി. കാണാം. രജിസ്ട്രാർ KS അനിൽകുമാർ പതിവുപോലെ ഡ്യൂട്ടിക്ക് വരുന്നു. സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം അത് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് അതിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സാധാരണ നമ്മുടെ നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല. ഇതിൽ ശാന്തമായി പോകണം, നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം. അതേസമയം സിൻഡിക്കേറ്റ് തീരുമാനത്തിനെതിരെ ഗവർണർക്ക് വൈസ് ചാൻസലർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. രജിസ്ട്രാറുടെ ചുമതല പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ മിനി കാപ്പന് നൽകി ഉത്തരവ് ഇറക്കി. പിന്നാലെ VCയുടെ നടപടിയിൽ ജീവനക്കാർ പ്രതിഷേധിക്കുകയും ചെയ്തു. അതും കാണാം. ചട്ടവും കാറ്റിൽ പറത്തി നടപടിയെടുക്കാൻ മാത്രമായി ചാർജെടുത്തൊരു വൈസ് ചാൻസലറുടെ നടപടിയിൽ RSS ഗണവേഷത്തിലുള്ള മോഹൻ കുന്നുമ്മൽ, അതായത് VCയുടെ ചിത്രം സ്ഥാപിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. അതും കാണാം. RSSന്റെ ഗണവേഷം ധരിച്ചാണ് VC മോഹൻ കുന്നുമേൽ ഇരിക്കുന്നത്. RSSന്റെ ശാഖയാക്കി കേരള സർവകലാശാലയെ മാറ്റുന്നു എന്നതാണ് ആരോപണം. ഒരു ഫ്ലെക്സി ബോർഡൊക്കെ അടിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ VC മോഹൻ കുന്നുമേൽ റഷ്യയിലാണുള്ളത്. മോഹൻ കുന്നുമേലിനെ ഗണവേഷം ധരിപ്പിച്ച് SFI പ്രവർത്തകർ എന്തായാലും സർവകലാശാല ആസ്ഥാനത്ത് കൊണ്ട് ഫ്ലെക്സി ബോർഡ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സർവകലാശാല രജിസ്ട്രാറായി KS അനിൽകുമാർ തുടരും. സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി പിൻവലിക്കാൻ അനിൽകുമാറിന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. സുനിഷ അയ്യല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യല്ലൂർ, ഒരു സർവകലാശാല 2 രജിസ്ട്രാർ എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇത് ഹൈക്കോടതി വിധി KS അനിൽകുമാറിന് അനുകൂലവുമായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. സിൻഡിക്കേറ്റിനാണോ അധികാരം എന്നുള്ളതൊരു നിയമപ്രശ്നമാണ്. തൽക്കാലം അദ്ദേഹത്തിന് രജിസ്ട്രാറായിട്ട് തുടരാം. പക്ഷേ അതേസമയം VC അപ്പോയിന്റ് ചെയ്ത മറ്റൊരു രജിസ്ട്രാറും കൂടി അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്യന്തം നാടകീയമായി കാര്യങ്ങൾ മാറുകയാണോ സർവകലാശാല? അരുൺ, VCയും സിൻഡിക്കേറ്റും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായതോടുകൂടി തന്നെ ഏതായാലും സർവകലാശാലയിൽ ഒരു അസാധാരണമായ ഭരണപ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത്. നാടകീയമായ സംഭവങ്ങളാണ് ഇന്നും ഉണ്ടായത് എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗം ചേർന്ന രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു. അതിനിടെ 2ാം ദിവസവും ഏതായാലും രജിസ്ട്രാർ അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയെന്നുള്ളത് തന്നെയാണ്. ഏതായാലും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സർവകലാശാലയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് രജിസ്ട്രാർ പറയുകയും ചെയ്തത്. അതിനിടെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഹരികുമാറിനെതിരെ, രജിസ്ട്രാറുടെ ചുമതല നൽകിയിരിക്കുന്ന ഹരികുമാറിനെതിരെ നടപടിയെടുക്കുമെന്നുള്ളത് VC അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ നടപടി സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ അവധിയിലേക്ക് കടന്നിരിക്കുകയാണ് ഹരികുമാർ എന്നുള്ളതാണ്. ഇതിലൊരു വിശദീകരണം നൽകാൻ ഏതായാലും തയ്യാറാവുകയും ചെയ്തിട്ടില്ല. അതിനിടയിൽ രജിസ്ട്രാറുടെ ചുമതല മറ്റൊരാൾക്ക്, പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടറായിട്ടുള്ള മിനി കാപ്പന് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൂടി സിസ തോമസ് ഇന്ന് ഇറക്കുകയും ചെയ്തിരുന്നു. VC ഇറങ്ങിയിട്ടും, അതായത് VC യോഗം നിർത്തിയതിന് ശേഷവും പിന്നീടും സിൻഡിക്കേറ്റ് യോഗം തുടർന്നത് അത് ശരിയായ നീക്കമല്ല എന്ന് അറിയിച്ചുകൊണ്ട് ഗവർണർക്ക് ഇപ്പോൾ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പുതിയ രജിസ്ട്രാർ മിനി കാപ്പനായിരിക്കും എന്നുള്ളത് കൂടി VC സിസ തോമസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അസാധാരണമായ നീക്കങ്ങൾ ഇപ്പോൾ സിൻഡിക്കേറ്റുകാർക്ക് ഒരു VC, ഒപ്പം തന്നെ സിൻഡിക്കേറ്റിന് ഒരു രജിസ്ട്രാർ, VCക്ക് ഒരു രജിസ്ട്രാർ എന്ന രീതിയിലാണ് നിലവിൽ ഇപ്പോൾ സർവകലാശാലയിലുള്ളത് എന്നതാണ്. അത് വലിയ പ്രതിഷേധത്തിലേക്ക് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഹൈക്കോടതിയിൽ രജിസ്ട്രാർ തന്നെ ഈ ഹർജി പിൻവലിക്കുന്നു എന്ന് അറിയിച്ചത്. സസ്പെൻഷൻ പിൻവലിച്ചതോടുകൂടി തന്നെ ഹർജി പിൻവലിക്കുന്നു എന്നറിയുന്നു. ഹർജി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പോര് ഇപ്പോഴൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. VC സിൻഡിക്കേറ്റ് പോര് ശക്തമായി തന്നെ തുടരുമെന്നുള്ളതാണ്. നേരത്തെ ഒരു ഭാരതാംബ വിഷയത്തിൽ
തുടങ്ങിയതാണ്. പക്ഷേ ആ പോരിപ്പോൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഭരണ അപ്പോൾ പ്രതിസന്ധി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാവിക്കൊടി ഉടുത്ത ഒരു സഹോദരി, അതാണ് ശിവൻകുട്ടി മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സർവകലാശാലയിൽ വലിയ വിഷയമായി മാറിയിരിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനും ഗവേഷണം നടത്താനുമുള്ളൊരു സർവകലാശാലയുടെ തലപ്പത്താണ് ഒരു VC വന്നിരുന്ന് ഈ പണിയൊക്കെ കാണിക്കുന്നത്. ആലോചിച്ച് നോക്കി.